രാത്രി സമയങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ബ്രൈറ്റ് ബീം ഇട്ട് വരുന്ന വാഹനങ്ങൾ. ഈ വീഡിയോയിൽ പുറകിൽ നിന്നും മുൻപിൽ നിന്നും ബ്രൈറ്റ് ബീമിൽ വരുന്ന വാഹനങ്ങളെ കാണാം. ഇത് ഡ്രൈവറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും? പുറകിൽ നിന്നാണെങ്കിൽ 3 പ്രാവശ്യമാണ് ബ്രൈറ്റ് എഫക്റ്റ് വരുന്നത്. കാരണം റെയർ വ്യൂവും സൈഡിലെ വിങ് മിറേഴ്സും പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഡ്രൈവറിൻ്റെ വ്യൂ പോയിൻറ്റിലാണ്. ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ ഫുൾ വിഷനും കവറപ്പ് ചെയ്യും. ഇനി ബ്രൈറ്റ് ലൈറ്റ് കണ്ണിലടിച്ചാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് റോഡ് കാണാൻ സാധിക്കാത്ത പോലെ കണ്ണഞ്ചി പോകും. അപ്പോൾ മുൻപിലുള്ള വാഹനമോ കാൽനട യാത്രക്കാരെയോ മൃഗങ്ങളെയോ മറ്റു തടസ്സങ്ങളെയോ കാണാൻ സാധിക്കാതെ വരും. ഇത് കൂട്ടിയിടിയിൽ കലാശിക്കാം. ബ്രൈറ്റ് ബീം എന്തിനാണ്? പ്രകാശമില്ലാത്ത നീളൻ റോഡുകളിൽ, ഹൈവേകളിൽ നേർദിശയിൽ പ്രകാശം പരത്താനാണ്. റേഞ്ച് 100 മീറ്റർ വരെ ഉണ്ടാകും. വഴിയിൽ നിറയെ കടകളും സ്ട്രീറ്റ് ലാമ്പുകളും അല്ലെങ്കിൽ ഗേറ്റ് ലാമ്പുകൾ, എതിർ ദിശയിൽ നിന്ന് വാഹനങ്ങൾ വരുന്ന റോഡ്, നിരനിരയായി വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ റോഡ് വ്യക്തമായി കാണാനുള്ള പ്രകാശം ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ ബ്രൈറ്റ് ബീം ഇട്ട് വാഹനം ഓടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെയൊക്കെ ഡിം മതിയാവും. ഇരുട്ടുള്ള സ്ഥലത്തു കൂടി വാഹനം ഓടിച്ചു വരുമ്പോൾ എതിരെ വാഹനം വന്നാൽ ഡിം മോഡിൽ ഇട്ട് കൊടുക്കണം. ഡിം ഇട്ട് വന്നിട്ട് ഡ്രൈവറിൻ്റെ ലെവലിൽ ബ്രൈറ്റിലേക്ക് മാറ്റുമ്പോൾ കണ്ണിലേക്ക് നേരിട്ട് ബ്രൈറ്റ് ലൈറ്റ് അടിച്ച ഇഫക്റ്റ് ഉണ്ടാകും. വളരെ അടുത്ത് നിന്ന് അതും സെയിം റിസൾട്ട് തന്നെ. ഓപ്പോസിറ്റ് ഡ്രൈവർ ബ്രൈറ്റ് ബീം മിന്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രൈറ്റ് ഡിം ചെയ്യാനുള്ള റിക്വസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുകയും ഡിം മോഡിൽ ആക്കുകയും വേണം. നമ്മുടെ കോൺഷ്യസ് ആയ എഫേർട്ട് കൊണ്ടുകൂടിയേ നമ്മുടെ റോഡുകൾ കൾച്ചറുള്ളതാകുമെന്ന് നമ്മൾ കൂടി മനസ്സിലാക്കണം. രാത്രിയിലെ ഈ ബ്രൈറ്റ് ഡിമ്മ് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്നും കൂടി വേണം. എല്ലാവർക്കും സേഫ് ഡ്രൈവിംഗ് ആശംസിക്കുന്നു.